നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷൻ എഴുതാൻ പോണ ഓരോ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ്. ഇന്റർമീഡിയറ്റ് ആസ് വെൽ ആസ് ഫൈനൽ. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്ന് ഒരു സർക്കുലർ റിലീസ് ആയി. ഇന്നലെ ഒരു സർക്കുലർ റിലീസായി. ശരി, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ സർക്കുലർ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ കയറി നമ്മുടെ സ്റ്റുഡൻസിന്റെ സെഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ സർക്കുലേഴ്സ് ഉണ്ടാവും. ഞാൻ ഈ സർക്കുലർ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന സർക്കുലർ 13-ാം തീയതി, അതായത് ഇന്നലെ വന്ന സർക്കുലർ ആണത്. ഓക്കെ, ഇതിൽ പറയുന്നത് നമ്മുടെ ഈ എക്സാമിന്, ഈ വരുന്ന ജൂൺ എക്സാമിന് ആപ്ലിക്കബിൾ ആവുന്ന അമെന്റ്മെന്റ്സിനെ പറ്റിയിട്ടും നോട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ടും ക്ലാരിറ്റിയെ പറ്റിയിട്ടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ, അതുപോലെ റെക്കോർഡ്സിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ചേഞ്ച് ചെയ്തില്ലാന്ന് ഞാൻ പറയട്ടെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ചേഞ്ച് നമ്മുടെ ടാക്സ് സബ്ജക്റ്റിലാണ്. എന്താണ് നമ്മുടെ ടാക്സ് സബ്ജക്റ്റില്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരി, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ, ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്താണോ പഠിച്ചത് അതല്ല ആപ്ലിക്കബിൾ ആവുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ നിങ്ങൾ പഠിച്ചത് ഫൈനാൻഷ്യൽ ആക്ട് 2023 ആണ്. ഡിസംബർ 2024 വരെ എക്സാം എഴുതാനായിട്ട് ആപ്ലിക്കബിൾ ആവുന്നത് ഫൈനാൻഷ്യൽ ആക്ട് 2023 ആണ്. ഇപ്പൊ 23 അല്ല ആപ്ലിക്കബിൾ ആവുന്നത്, ഇപ്പൊ ആപ്ലിക്കബിൾ ആവുന്നത് ഫൈനാൻഷ്യൽ ആക്ട് 2024. എന്നാണ് 2024 വന്ന ബജറ്റ്. ഈ വർഷം വന്നതല്ല. 2025 ഓൾറെഡി ഒരു ബജറ്റ് വന്നു. അതിന്റെ കുറെ കോലാഹലങ്ങൾ ഇപ്പൊ കുറച്ച് നടന്ന മാസങ്ങളിൽ ഒക്കെ നടന്നു. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതിനെ പറ്റിയിട്ടല്ല നമുക്ക് പഠിക്കേണ്ടത്. 2024 വന്ന ബജറ്റിനെ പറ്റിയിട്ടാണ്. 2024 ബജറ്റിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറയട്ടെ. ഒന്ന്, ഇലക്ഷന്റെ വർഷമായിരുന്നു 2024. അന്ന് രണ്ട് ബജറ്റ് വന്നു. ഒരു ഫെബ്രുവരി 1-ാം തീയതി ഒരു ബജറ്റ് വന്നു. അതിനുശേഷം ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ നടന്നിട്ട് പുതിയ സർക്കാർ നിലവിൽ വന്നിട്ട് വീണ്ടും ഒരു ബജറ്റ് വന്നു. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്ട് ടാക്സ് വലിയ പ്രശ്നമില്ല. ഇൻഡയറക്ട് ടാക്സിന്റെ കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒത്തിരി ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് ഈ വരുന്ന നവംബർ 30, 2024 വരെയുള്ള അമെന്റ്മെന്റ്സ്, ചെറിയ നോട്ടിഫിക്കേഷൻസ്, ക്ലാരിറ്റി ഒക്കെയാണ് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉള്ള ഡയറക്ട് ടാക്സിലാണ്. ഞാനിത് പറയാൻ കാരണം, ഡയറക്ട് ടാക്സിൽ പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗെയിന്റെ കുറെ ചേഞ്ചുകൾ മാറ്റി, റേറ്റുകൾ മാറ്റി. പണ്ട് 20 ആയിരുന്നു, ഇപ്പൊ 12.5 ആയി. 15% 12.5 ആയി. അതിൽ കുഴപ്പമില്ല. റേറ്റ് മാറ്റുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഇയറിന്റെ മിഡിൽ വെച്ച് മാറ്റി. അതൊരു മന്തിന്റെ ഒന്നുമല്ല. 23/7/2024 ബാക്കിലോട്ട് ഒരു റേറ്റ്, അതിനുശേഷം മറ്റൊരു റേറ്റ്. ഇനി അത് മാത്രമല്ല, 23/7/2024 മുന്നേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ട്, അതിനുശേഷം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. രണ്ടാൾക്കാർക്ക് മാത്രമുണ്ട്, കുറച്ചു പേർക്കും. അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഒരു സ്പെഷ്യൽ ട്രാൻസാക്ഷനും. ഇനി അത് മാത്രമല്ല, ടാക്സ് റേറ്റിൽ മാറ്റമുണ്ട്. അതായത് 115 BAC ആ BAC മാറ്റമുണ്ട്. ഇങ്ങനെയുള്ള കുറേ സ്ഥലത്തുള്ള ചേഞ്ചസ്. പക്ഷേ അതിന് നമ്മുടെ എക്സാമിനേഷനെ ഫുൾ ആയിട്ട് ബാധിക്കും. നിങ്ങൾ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെയോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെയോ എസ്പെഷ്യലി ക്യാപിറ്റൽ ഗെയിന്റെയോ ടാക്സ് കാൽക്കുലേഷന്റെയോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വരെ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. അതെല്ലാം എൻറ്റയർലി ഫുൾ ചേഞ്ച് ആണ്. കാരണം ഈ പറഞ്ഞ പുതിയ റേറ്റ്, പുതിയ ടാക്സ് റേറ്റ്, പുതിയ സ്ലാബ് റേറ്റ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് മക്കളെ. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നത് 2024 ബജറ്റാണ്. ഞാൻ എല്ലാവരോടും പറയുന്നതാ, എങ്കിലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്രാവശ്യം ഡയറക്ട് ടാക്സിൽ ആപ്ലിക്കബിൾ ആവുന്നത് 2024 ബജറ്റാണ്. അതിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മുന്നേ ആണ് അറ്റൻഡ് ചെയ്തെങ്കിൽ, ഡെഫിനറ്റ്ലി മക്കൾ ഇപ്രാവശ്യം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. കാരണം അത്രത്തോളം ചേഞ്ചസ് നിങ്ങളതിൽ ഉൾക്കൊള്ളാനുണ്ട്. മെയിൻലി ക്യാപിറ്റൽ ഗെയിനിലും നമ്മളെ ബേസിക് ടാക്സ് കാൽക്കുലേഷനും, പിന്നെ ബാക്കിയൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ബാച്ച്, നമ്മുടെ CMA ഇന്റർമീഡിയറ്റിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാച്ച് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഈ വരുന്ന മാർച്ച് 31-ാം തീയതിയാണ്. ഒരു 7 ഡേയ്സ് കോംപ്രഹെൻസീവ് ആയിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഫുൾ പ്ലാൻ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടുവയ്ക്കോ, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ അമെന്റ്മെന്റ് മറക്കണ്ട. 2024 ഇതിൽ വരുന്ന അമെന്റ്മെന്റ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന അമെന്റ്മെന്റ്സാ. സാധാ വരുന്ന ചെറിയ ചെറിയ അമെന്റ്മെന്റ്സ് അല്ല. ഇതിൽ അമെന്റ്മെന്റ്സ് കംപ്ലീറ്റ്ലി നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന അമെന്റ്മെന്റ്സാ. അപ്പോൾ ഈ അമെന്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത പുതിയ ടെക്സ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽ ചെന്ന് കഴിഞ്ഞാൽ പുതിയ ടെക്സ്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് പഴയതായിരിക്കാം, മേ ബി ഇതിപ്പോ വരണില്ല, സാധാ വരേണ്ടതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങളിപ്പോൾ ടാക്സിന്റെ ടെക്സ്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനുവരി 2025 എന്ന് പറഞ്ഞിട്ട് പുതിയ എഡിഷൻ ടെക്സ്റ്റ് ആയിരിക്കും. കണ്ടോ, ജാനുവരി 2025. ഇപ്പൊ 3-4 ദിവസം ആയതേ ഉള്ളൂ ഈ ടെക്സ്റ്റ് വന്നിട്ട്. അപ്പൊ ഈ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കുക. ഈ ടെക്സ്റ്റിൽ ഞാനിപ്പോ ഈ പറഞ്ഞ 2024 എല്ലാ അമെന്റ്മെന്റ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ മക്കളെ. അപ്പൊ ഇത്രയായിരുന്നു എനിക്ക് ഈ വീഡിയോയിൽ തരാനുണ്ടായിരുന്ന ഇൻഫർമേഷൻ.
ഞാൻ പറഞ്ഞ ബാച്ചിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയോ. അത് മാത്രമല്ല ഒരു സ്കോളർഷിപ്പും ഒരു 100% ഫീസ് ഗ്യാരണ്ടിയും ഒരു സർപ്രൈസ് ഗിഫ്റ്റും അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അതിലുണ്ട്, ഒന്ന് കണ്ടുവയ്ക്കാൻ മക്കളെ. ഇത്രേ ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.